ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. സ്നേഹക്കൂട് സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഋതുവിനെയും അതുപോലെ സ്വാതിയെയും പൊന്നുംപണം തറവാട്ടിൽ ഗുണ്ടകൾ വന്ന് അഴിഞ്ഞാടിയ ആ ഒരു കാര്യങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ അവരെയൊക്കെ രക്ഷപ്പെടുത്തി നമ്മുടെ പൊന്നുംപണത്തിൻ്റെ മുത്തായിട്ട് നിൽക്കുകയാണ് സേതുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പൂർണിമ പറഞ്ഞു, മോനെ നീ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഇവിടെ എന്താകുമായിരുന്നു? മാധവേട്ടൻ ഉണ്ടായിരുന്ന സമയത്ത് മാധവേട്ടൻ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ നീയും ചെയ്തത്. എന്തായാലും ഋതുവിനിപ്പോൾ ഒരു കാര്യം മനസ്സിലായോ? ഋതു മോളെ, നമ്മുടെ വീട്ടിൽ ഒരു ആൺതുണയുള്ളത് എപ്പോഴും നല്ലതാണ്. അതിനു വേണ്ടിയിട്ടാണ് അച്ഛൻ നിങ്ങളുടെ വലിയേട്ടനെ ചുമതലപ്പെടുത്തിയത് എന്നുള്ള കാര്യം കൂടി പൂർണിമ അവരെ പറഞ്ഞ് ധരിപ്പിക്കുകയാണ്. അപ്പോൾ പൂർണിമ പറയുന്ന കാര്യങ്ങളൊക്കെ ഏകദേശം കറക്റ്റാണ് എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ ഋതുവും സ്വാതിയും ഒക്കെ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് അച്ചുവിന് ചെറിയ ക്ഷീണം ഉണ്ടാവുന്നത്. അച്ചുവിന് ഒരു തലചുറ്റൽ ഉണ്ടാകുമ്പോഴത്തേക്കിനും എല്ലാവരും കൂടി ചേർന്ന് അച്ചുവിനെ താങ്ങി നിർത്തുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ സേതു കുറച്ച് വെള്ളമൊക്കെ എടുത്ത് അവളുടെ മുഖത്ത് തളിക്കുക. അവളാണെങ്കിലോ, എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്, അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറെ കാണിക്കണം എന്നുള്ള കാര്യം കൂടി സേതു ഓർമ്മിപ്പിക്കുക. ആ സമയമാണെങ്കിൽ എല്ലാവരും നമ്മുടെ അച്ചുവിനെ കല്യാണ പെണ്ണാണ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാനും തുടങ്ങി. അച്ചു അവിടെ ഓക്കെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്കിനും നമ്മുടെ പൂർണിമയാണെങ്കിലോ, ഒരുപാട് നന്ദിയുണ്ട് മോനെ, നീ എൻ്റെ മോൻ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സേതുവിനെ ചേർത്ത് നിർത്തുകയാണ്. അതിനുശേഷം പൂർണിമ മക്കളെയും കൂട്ടി റൂമിലേക്ക് പോകുന്ന സമയത്ത്, എടാ നമുക്ക് ചില പരിപാടികളൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് നമ്മുടെ സേതു കൂട്ടുകാരനെയും കൂട്ടിയിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ്. അങ്ങനെ അടുക്കള വശത്ത് ചെന്നിട്ട് സേതു കുറച്ച് ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞു. അവൻ ചൂട് പിടിക്കാനുള്ള ആ ഒരു സെറ്റപ്പിൽ ഷർട്ടൊക്കെ അഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കുക. ആ സമയം കൂട്ടുകാരനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സേതു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കുക. ശരിക്കും പറഞ്ഞാൽ സേതുവിന് ചൂട് പിടിച്ചു കൊടുക്കുന്നത് നമ്മുടെ പല്ലവി തന്നെയാണ്. പല്ലവി പിറകിൽ നിൽക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ സേതു ആണെങ്കിലോ നമ്മുടെ പല്ലവിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് സംസാരിക്കുക. അതെ, പല്ലവി ടീച്ചറിന് എന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ സേതുവേട്ടന് വേദനയുണ്ടോ അല്ലെങ്കിൽ സേതുവേട്ടൻ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ എന്നെങ്കിലും അവൾക്കൊന്ന് ചോദിക്കാമായിരുന്നല്ലോ. എന്നിട്ട് അവൾ ഒരു അക്ഷരം പോലും ചോദിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവിയെക്കുറിച്ച് പരാതി പറയുമ്പോൾ പല്ലവി നല്ല അമർത്തി അങ്ങ് ചൂട് പിടിച്ചു കൊടുക്കുക. ഇതൊന്നും അറിയാതെ കൂട്ടുകാരനാണെന്ന് വിചാരിച്ച് സേതു വീണ്ടും എന്നാലും എൻ്റെ മനസ്സിലുള്ളതുപോലെ പല്ലവി ടീച്ചറിന് എന്നോട് സ്നേഹം ഉണ്ടാകുമോ എന്നുള്ള സംശയമൊക്കെ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം എനിക്ക് ആ സമയത്ത് സേതുവേട്ടനെ വിളിക്കാൻ തോന്നിയത് സേതുവേട്ടനോടുള്ള വിശ്വാസവും സ്നേഹവും കൊണ്ട് തന്നെയാണെന്ന് പല്ലവി അവിടെ വെച്ച് പറയുകയാണ്. അപ്പോഴാണ് സേതു ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. പല്ലവിയാണ് തനിക്ക് ചൂട് പിടിച്ചു തന്നത് എന്നുള്ള കാര്യം. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് നോക്കുന്ന നമ്മുടെ കൂട്ടുകാരൻ്റെ ചെവിക്കുന്നുള്ളതുകൊണ്ട് അതിനുശേഷം സേതുവിന് വേണ്ടി ഒരു കഷായം ഉണ്ടാക്കാനുള്ള തിരക്കിലേക്ക് പല്ലവി പോവുകയാണ്. പിന്നീട് നമ്മളെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് നമ്മുടെ പല്ലവിയുടെ അനുജത്തി പാറുക്കുട്ടിക്ക് ഒരു പോസ്റ്റ്മാൻ കൊണ്ടുവന്ന് ഒരു ലെറ്റർ കൊടുക്കുകയാണ്. അത് വായിക്കുന്ന സമയത്ത് അവൾ ശരിക്കും സന്തുഷ്ടവതിയായിട്ട് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഓടി ചെല്ലുക. എന്നിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ ഇന്നാൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയില്ലേ, ആ ജോലി എനിക്ക് കിട്ടി അമ്മയെന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞു, ജോലി കിട്ടിയെന്നോ? സന്തോഷമുള്ള കാര്യമൊക്കെ തന്നെയാണ്. എന്തായാലും ഈ പൈസയൊക്കെ നിനക്ക് ഭക്ഷണം വാങ്ങിക്കാനല്ലേ മോളെ തികയുള്ളൂ എന്നും പറഞ്ഞ് പുള്ളിക്കാരി നമ്മുടെ പാറക്കുട്ടിയെ കളിയാക്കുമ്പോഴത്തേക്കിനും അച്ഛനാണെങ്കിലോ, മോളെ നീ ഇപ്പം എന്തായാലും ഈ ജോലിക്ക് പോകണ്ട, മക്കൾക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരച്ഛനാണ് അയാൾ. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, മോളെ നീ ഇനി PG എടുക്കണം, അതിന് വേണ്ടിയിട്ട് ഞാൻ നിനക്കുള്ള അഡ്മിഷനും കാര്യങ്ങളും ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അച്ഛാ, സംഭവമൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഈ കിട്ടിയ ജോലി കളയാനായിട്ട് എനിക്ക് പറ്റില്ല. ഞാൻ ഈ ജോലി ചെയ്തുകൊണ്ട് തന്നെ PG ചെയ്തോളാം എന്നുള്ള കാര്യം കൂടി പറഞ്ഞ് അച്ഛൻ്റെയും അമ്മയുടെയും ആ ഒരു അനുവാദം വാങ്ങിച്ചിട്ട് അവൾ നേരെ അവളുടെ ചേച്ചി പെണ്ണിനെ വിളിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പല്ലവി ഫോൺ എടുത്തു. ചേച്ചി, ഇന്ന് എനിക്ക് ചേച്ചിയെ കാണണം, ഒരു അത്യാവശ്യ കാര്യമുണ്ട്. എന്താടി? ഞാൻ കോളേജിൽ പോകുന്ന വഴി നമുക്ക് കാണാമെന്ന് പറയാണ്. അല്ല, എന്തത്യാവശ്യമായിരുന്നു മോൾക്ക്? ചേച്ചി, എനിക്ക് ജോലി കിട്ടി. സന്തോഷമായല്ലോ. അച്ഛനെയും അമ്മയും കഷ്ടപ്പെടുത്താതെ മോള് ജോലിയൊക്കെ ചെയ്ത് സുഖമായിട്ട് അങ്ങ് ജീവിക്കും. ചേച്ചിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളാണ് നീ നേടിയെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് പല്ലവി പാറുവിനെ അഭിനന്ദിക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ പല്ലവിയും പാർവതിയും കൂടി പാറക്കുട്ടിയും കൂടി കൂടിക്കാഴ്ച നടത്തുന്നതാണ് കാണിക്കുന്നത്. രണ്ടുപേരും കൂടി ഈ സന്തോഷമൊക്കെ അങ്ങ് പങ്കിട്ട് നിൽക്കുന്ന
ആ ഒരു സമയത്ത് ദാ നമ്മുടെ പാറുവിൻ്റെ ദേഹത്തേക്ക് ചെളിവെള്ളം വീഴുകയാണ്. ഒരു കാർ അതിൽ ചീറിപ്പാഞ്ഞു പോവുകയും ചെയ്തു. കാറിൽ നിന്ന് ഇറങ്ങി വരുന്നതാണ് നമ്മുടെ രാജേശ്വരി. അപ്പൊ പുള്ളിക്കാരിയെ കണ്ട പാടെ തന്നെ പല്ലവിക്ക് മനസ്സിലായി ഇവര് മനഃപൂർവ്വം ചെയ്തതാണെന്ന്. അങ്ങനെ പല്ലവി അവരോട് കൂടി തട്ടിക്കയറാൻ നിൽക്കുകയാണ്. ആ സമയത്ത് പാറു പറഞ്ഞു, അതെ, നിങ്ങൾ എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ടതായിരുന്നു. ഇനി ഈ വേഷത്തിൽ ഞാൻ എങ്ങനെയാ പോകുന്നത്? ചേച്ചിക്കും അനുജത്തിക്കും വീട്ടിലിരുന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ പെരുവഴിയാണല്ലോ ആധാരം. അല്ല, ചേച്ചിയുടെ കാമുകന്റെ വീട്ടിലേക്ക് മോൾക്ക് പോയി സംസാരിക്കാൻ മേലായിരുന്നോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേർക്കും അവിടെ തങ്ങാലോ എന്നുള്ള കാര്യം കൂടി അവര് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സമയം പല്ലവിക്ക് ദേഷ്യം വരികയാണ്. പല്ലവിയാണെങ്കിലോ, അതെ, നിങ്ങളുടെ സമ്പ്രദായമല്ല ഞങ്ങളുടെ സമ്പ്രദായം എന്നും പറഞ്ഞിട്ട് അവൾ ദേഷ്യപ്പെടുന്ന ആ ഒരു സമയം, ഞാൻ എന്തായാലും ഈ പെങ്കൊച്ചിന്റെ മേത്ത് വെള്ളം ചീറ്റി പോയത് കൊണ്ട് മാത്രം ഒരു സോറി പറയാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാ. ഇനി എന്തായാലും അത് പറയുന്നില്ല. പകരത്തിന് പകരം എന്നുള്ള രീതിയിൽ നമ്മുടെ പല്ലവി ഒരു ഇഷ്ടിക കഷ്ണം എടുത്തിട്ട് ആ ചെളി വെള്ളത്തിലേക്ക് ഇട്ട് നമ്മുടെ രാജേശ്വരി അങ്ങ് കുളിപ്പിച്ചു വിടുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ അതാ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അപ്പോൾ ഓക്കെ, താങ്ക്